ആക്സിഡൻ്റായിട്ടാണ്. മായയ്ക്കും അതുപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന കമ്പനിയുണ്ട്, ആൻ്റണി പെരുമ്പാവൂരുണ്ട്, ഇതിനൊരു വലിയ സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകും. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അതിനെ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിലുപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാകും. നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എൻ്റെ co-stars, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ, എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെ ഒരു വലിയ ഒരു കോൺഗ്രസ്, ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. സിനിമയിൽ പോലും ഇത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം, നല്ല സബ്ജക്റ്റുകൾ കിട്ടണം, നല്ല കൊളീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് അപ്പോഴിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുക. അപ്പോൾ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു സ്നേഹപൂർവ്വം. പിന്നെ തീർച്ചയായിട്ടും ആൻ്റണിയുടെ കാര്യം എടുത്ത് പറയാം. ആൻ്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാനൊരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദേ ഹാവ് ടു പ്രൂവ്, അല്ലേ? അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം, ഒരു കാറ്റലിസ്റ്റായിട്ട് എനിക്ക് പ്രവർത്തിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ആദ്യം എന്നൊരു സിനിമ അപ്പുവിനെ വെച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെയാണ് തുടക്കം. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആൻ്റണിയുടെ മകനാണ്. മോനെ അദ്ദേഹത്തോട് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിനൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. വേറെ ഒരു സിനിമയിൽ, കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട്. മോനിപ്പം ദുബായിലാണ്, അവിടെയാണ്. ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, നല്ലൊരു മാർഷ്യൽ ആർട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. വെരി നൈസ് പേഴ്സൺ.